വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുത്തിഹത്. ഈ പർവ്വതങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആണികളാക്കി ഈ ഭൂമിയിൽ നിലനിർത്തി. ഉരുണ്ട ഭൂമിയെ മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന രൂപത്തിൽ തൊട്ടിലായി വളരെ സുന്ദരമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ വിധാനിച്ചു. നമുക്ക് കഴിക്കാൻ ഭക്ഷണവും വെള്ളവും എല്ലാ സംവിധാനങ്ങളും പടച്ച റബ്ബ് നമുക്ക് കനിഞ്ഞേകി. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിനോട് സദാസമയവും ആത്മാർത്ഥമായി നന്ദി ചെയ്യാൻ പ്രിയമുള്ള വിശ്വാസികളെ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഒരു പേന നമ്മുടെ കയ്യിൽ നിന്ന് നിലത്ത് വീണാൽ അതൊരാൾ എടുത്തു തന്നാൽ താങ്ക് യു, നന്ദി എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മുടെ റബ്ബിനോട്, നമ്മെ ഏറെ പരിഗണിക്കുന്ന നമ്മുടെ സൃഷ്ടാവിനോട് നമുക്ക് നന്ദി കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വളരെ ആത്മാർത്ഥമായി ഇന്നിൽ കൈവച്ച് ചിന്തിക്കാൻ, പുനർചിന്തനം നടത്താൻ വിശ്വാസികളെ നമുക്ക് കഴിയണം. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വീട്ടിൽ നിന്ന് ഏറെ പ്രയാസപ്പെട്ട് കാലിൽ നീര് വരുമാറ അവസ്ഥയിൽ റസൂലുള്ളാഹി രാത്രി നിസ്കരിക്കുന്നത് കണ്ട് മഹദിയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, റസൂലേ മുഹമ്മദ് നബിയെ, താങ്കൾ എന്തിനാണ് ഇത്ര പ്രയാസപ്പെടുന്നത്? മുൻപുള്ളതും വരാനുള്ളതുമായ സകല തെറ്റുകളും അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു എന്ന് അള്ളാഹു സർട്ടിഫിക്കറ്റ് നൽകി അള്ളാഹു റസൂലെ, താങ്കൾ എന്തിന് ഇങ്ങനെ പ്രയാസപ്പെടണം എന്ന ആയിഷ ബീബിയുടെ ചോദ്യത്തിന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറ, എന്റെ സൃഷ്ടാവിനോട് നന്ദിയുള്ള ഒരു അടിമയായി മാറേണ്ട ആയിഷ എന്നാണ് ലോകത്തിന്റെ പ്രവാചകൻ അവിടെ വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിനോട് ധാരാളമായി നന്ദി ചെയ്യാൻ നമുക്ക് വായുവും ഈ സംവിധാനങ്ങളും അതുപോലെ തന്നെ ഈ കാലാവസ്ഥയും എല്ലാം നൽകിയ പടച്ച റബ്ബിനെ ആത്മാർത്ഥമായി നന്ദി ചെയ്ത് റബ്ബിലേക്ക് മടങ്ങാൻ വിശ്വാസികളെ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.